Good morning, students. അടുത്തൊരു പ്രോബ്ലം ഇതാണ്. Take the absolute convergence of following series. Sigma k equal to 1 to infinity minus 1 raised to k plus 1, 3 raised to 2k minus 1 by k square plus 1. ഇവിടെ യു കെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 raised to k plus 1, 3 raised to 2k minus 1 by k square plus 1. നമുക്ക് അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണോ അബ്സല്യൂട്ട്ലി ഡൈവർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ മോഡുലസ് ഓഫ് യു കെ എഴുതാം. യു കെ എന്ന് പറയുന്നത് മൊത്തമാണ്. മോഡുലസ് ഓഫ് യു കെ എന്ന് പറയുമ്പോൾ ഈ മൈനസ് 1 raised to k plus 1 ഒഴിവാക്കാം, ബാക്കിയുള്ളത് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 raised to 2k minus 1 by k square plus 1. ഇനി നമുക്ക് ഇവിടെ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുക. അപ്പൊ 3 raised to 2 into k plus 1, k ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുന്നു, മൈനസ് 1 ഡിവൈഡഡ് ബൈ k plus 1 the whole square plus 1. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. എന്താ കിട്ടുന്നത് നോക്കി? 3 raised to 2k plus 2 minus 1. അപ്പൊ 2 minus 1 എന്ന് പറയുമ്പോൾ 2k plus 1 എന്ന് വരും, ഡിവൈഡഡ് ബൈ k plus 1 the whole square plus 1. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റോ കണ്ടുപിടിക്കാം. ബൈ റേഷ്യോ ടെസ്റ്റ്, ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ absolute convergence, for absolute convergence. റോ കാണാനുള്ള ഫോർമുല എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk പ്ലസ് 1 ബൈ uk, മോഡുലസ് ഓഫ് uk പ്ലസ് 1 ബൈ uk. ദാറ്റ് ഈസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി. മോഡുലസ് ഓഫ് uk പ്ലസ് 1 എന്താണ്? 3 raised to 2k plus 1 divided by k plus 1 whole square plus 1 into divided by uk. uk എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to 2k minus 1 by k square plus 1 ആണ്. ഇത് നമ്മൾ താഴെ എഴുതുമ്പോൾ k square plus 1 എവിടെ പോകും? k square plus 1 എന്നുള്ളത് മുകളിലോട്ട് പോകും. അപ്പൊ k square plus 1 divided by 3 raised to 2k minus 1. ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ചാണ് എഴുതിയത്. ഇവിടെ യു കെ പ്ലസ് 1 ബൈ യു കെ. യു കെ പ്ലസ് 1ന്റെ താഴെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? യു കെ എഴുതേണ്ടത്. യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to 2k minus 1 by k square plus 1 ആണ്. ഇത് ഞാൻ നേരെ തന്നെ ഇവിടെ ആദ്യം k square plus 1 ന്യൂമറേറ്ററിൽ എഴുതി, 3 raised to 2k minus 1 താഴെ എഴുതി. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട്, k square plus 1 by 3 raised to 2k minus 1. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 3 raised to 2k plus 1 എങ്ങനെ എഴുതാം? 3 raised to 2k into 3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ k plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ k നമുക്ക് പുറത്തെടുക്കാം. k പുറത്തെടുത്ത് എന്താ സംഭവിക്കുക? 1 plus 1 by k plus 1 എന്നുണ്ട്. ഈ k plus 1 ഹോൾ സ്ക്വയറിൽ നിന്ന് നമ്മൾ k പുറത്തെടുക്കുമ്പോൾ k സ്ക്വയർ ആവുന്നത്, k സ്ക്വയർ ഇൻറ്റു 1 plus 1 by k the whole square plus 1. ഇനി ന്യൂമറേറ്ററിലെ k സ്ക്വയർ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 plus 1 by k square. ഡിനോമിനേറ്ററില് 3 raised to 2k into 3 raised to minus 1. ഒരു സ്റ്റെപ്പും കൂടി എഴുതുമ്പോൾ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 3 raised to 2k into 3 into k square into 1 plus 1 by k square ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത് നോക്കി? k square നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 1 plus 1 by k the whole square plus 1 by k square. ഈ k square into 1 plus 1 by k whole square എന്ന് k square പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k whole square plus 1 by k square into 3 raised to 2k into 3 raised to minus 1. ഈ 3 raised to 2k യും 3 raised to 2k ക്യാൻസൽ ആക്കുന്നു. ഈ k square ക്യാൻസൽ ആക്കുന്നു. ബാക്കി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ k ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ 1 by k square 0 ആയി പോകും. ബാക്കി ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ന്യൂമറേറ്ററിൽ 3 എന്നുണ്ട്. ഡിനോമിനേറ്ററിൽ 1 by k എന്നുള്ളത് 0 ആയി പോകും, 1 by k square 0 ആയി പോകും. ബാക്കി ഇവിടെ എന്തുണ്ട്? 3 raised to minus 1 ആണ്. ആ 3 raised to minus 1 മുകളിലോട്ട് വരും. അപ്പൊ 3 into 3 that is equal to 9 എന്ന് വരും. ഈ 9 എന്നുള്ള വാല്യൂ എന്താണ്? 9 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ റോയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? റോ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 കിട്ടി. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ എന്താണ്? ആ അബ്സല്യൂട്ട് വാല്യൂസ് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഡൈവർജന്റ് ആണ്. Therefore absolute values divergence by ratio test.
by ratio test. അപ്പോൾ ഈ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ സീരീസ് ഗിവൺ സീരീസ് therefore the given series is absolutely divergent. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് യു കെ നമ്മൾ എഴുതി. ആ യു കെയിൽ നിന്ന് മോഡുലസ് ഓഫ് യു കെ കണ്ടുപിടിച്ചു. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 എഴുതി. ബൈ റേഷ്യോ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് യു കെ പ്ലസ് 1 ബൈ യു കെ പ്ലസ് 1ന്റെയും യു കെന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 9 എന്നാണ്. ഈ 9 എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്തായിരിക്കും? ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആവുന്നു. അബ്സല്യൂട്ട് വാല്യൂസ് ഡൈവർജന്റ് ആവുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. അങ്ങനെ നമ്മൾ അവസാനം നമുക്ക് ആൻസർ കിട്ടി. ഗിവൺ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി ഡൈവർജന്റ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം, ചെയ്ത് പഠിക്കാം കേട്ടോ.